എനിക്ക് അധികം ബുദ്ധിയൊന്നുമില്ല, ക്യൂരിയോസിറ്റി ആണുള്ളത്. തൊണ്ടയിൽ ഒരു ഐസ് കുടുങ്ങിയപ്പോൾ ഉണ്ടായ ക്യൂരിയോസിറ്റിയാണ് ഹേബലിനെ ഫിസിക്സിൽ ഒരു വലിയ നേട്ടത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ ഐൻസ്റ്റീൻ്റെ ചൈൽഡ്ഹുഡിനെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ശരിയായ രീതിയിൽ വായിക്കാനും എഴുതാനും അറിയാതെ ഐൻസ്റ്റീനെ പൊട്ടനൊന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ഒരുപാട് വലിയ കണ്ടുപിടുത്തങ്ങൾ ലോകത്തിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു. ഈ ഒരു അവസരത്തിൽ ഒരിക്കൽ അദ്ദേഹം പറയുകയുണ്ടായി, ഐ ആം നോട്ട് സ്മാർട്ടർ ദാൻ എനി വൺ എൽസ് ബട്ട് ഐ സ്റ്റിക്ക് ഓൺ ടു എ ക്വസ്റ്റ്യൻ ലോങ്ങർ എന്ന്. ഞാനൊരു സ്മാർട്ടായിട്ടുള്ള വ്യക്തിയൊന്നുമല്ല, പക്ഷെ മറ്റുള്ളവർ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ചിന്തിക്കുമായിരുന്നു എന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ ഒരാളെ ജീനിയസ് ആക്കുന്നത് അയാളുടെ ക്യൂരിയോസിറ്റി അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ക്യൂരിയോസിറ്റിയെ നമ്മൾ നർച്ചർ ചെയ്യാറുണ്ടോ? അവർ ചോദിക്കുന്ന വളരെ കൗതുകകരമായിട്ടുള്ള ചോദ്യത്തിന് നമ്മൾ ഉത്തരം കൊടുക്കാറുണ്ടോ? ചിലപ്പോൾ രാത്രിയിൽ സഞ്ചരിക്കുമ്പോൾ, കാറിൽ പോകുമ്പോൾ അവർ ചോദിക്കും, എന്താ ഉമ്മ നമ്മുടെ കൂടെ തന്നെ ഈ ചന്ദ്രൻ വരുന്നത് എന്നുള്ളത്, അല്ലേ? ഇങ്ങനത്തെ വളരെ രസകരമായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് അവർ നമ്മളോട് ചോദിക്കും. അപ്പോൾ അതിനൊക്കെ നമ്മൾ എന്ത് മറുപടികളാണ് കൊടുക്കാറുള്ളത്? നമ്മുടെ റെസ്പോൺസ് എങ്ങനെയാണ് എന്നൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കും. ഇത്തരം ചോദ്യങ്ങളിലൂടെ എല്ലാവരും ഒരു സയൻറ്റിസ്റ്റ് ലെവലിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ കൂടി നമുക്ക് അവരുടെ ക്യൂരിയോസിറ്റീനെ ഇവിടെ നമുക്ക് നർച്ചർ ചെയ്തെടുക്കാൻ പറ്റും. എന്നാൽ ചില ആൾക്കാർ ഇങ്ങനെയുള്ള സംശയങ്ങൾ കൊണ്ടുവരുമ്പോൾ തന്നെ അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടും. ഇനി ഇത്രയൊക്കെ ചോദിച്ചത് മതി, ഇനി ഇനി വലിയ ക്ലാസ്സിൽ എത്തിയാൽ പഠിക്കും, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ അറിയാത്തത് കൊണ്ട് നമ്മൾ ആ കോൺവെർസേഷൻ അത് അങ്ങോട്ട് അവസാനിപ്പിക്കും. അവരുടെ ക്യൂരിയോസിറ്റിനെ നമ്മളിങ്ങനെ മുളയിലെ നുള്ളിക്കളയുമ്പോൾ, ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് പോകുമ്പോൾ അവർക്ക് അവരെ അറിയാനുള്ള, ഈ പ്രപഞ്ചത്തിനെ അറിയാനുള്ള, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ അറിയാനുള്ള ആ ഒരു തുടിപ്പിനെയാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. ആസ് എ പാരൻ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് അവരെ നർച്ചർ ചെയ്ത് ഗൈഡ് ചെയ്ത് അവരുടെ ലൈഫ് പേർപ്പസിലേക്ക് എത്തിക്കാനുള്ളൊരു റോള് നമുക്കുണ്ട്. അത് ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് അവരെ ന്യൂട്രലായിട്ട് കാണാൻ സാധിക്കണം. ഇങ്ങനെ നിങ്ങൾക്ക് ന്യൂട്രലായിട്ട് നിങ്ങളുടെ മക്കളെ കാണാൻ സാധിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? പ്ലീസ് ഡു കമൻറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്.